ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. ചുമ്മാ തരൂട്ടാ. മുഴുവൻ പാടാ. അപ്പൊ നമ്മള് ഹോസ്പിറ്റലിലേക്ക് പോവാണ് ഡെലിവറിക്ക് വേണ്ടിയിട്ട്. അപ്പൊ നമ്മള് സാധനങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ഒരു ബാക്ക് പാക്കിങ് ചെയ്തിട്ടുണ്ട്, വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് കൂടാതെ തന്നെ വേറെ കുറച്ച് അല്ലറ നമ്മുടെ പേഴ്സണൽ സാധനങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാം നമ്മളിത് ഈ വണ്ടിയിലേക്ക് കയറ്റാൻ പോവാണ്. നേരെ പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും. നാളെ കഴിഞ്ഞായിരിക്കും കേട്ടോ ഡെലിവറി. ഉച്ച കഴിഞ്ഞു. വൈകുന്നേരം പോയിട്ട് ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്യണം. അപ്പോൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാലാണ് ഡെലിവറിയുടെ ബാക്കി ഡീറ്റെയിൽ ഒക്കെ കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ സാധനങ്ങളെല്ലാം നമുക്ക് ആദ്യം എടുത്ത് വണ്ടിയിലേക്ക് കയറ്റാം. ബാക്ക് പാക്ക് ചെയ്ത ആ ബാഗാണിത്. ഇത് തന്നെ നമുക്ക് ഫസ്റ്റ് കൊണ്ട് കയറ്റാം. അപ്പോൾ നമ്മൾ ഓരോരോ ബാഗിലായിട്ടായിരുന്നു ഇങ്ങനെ സാധനങ്ങൾ വെച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് മെയിനായിട്ട് നമ്മൾ ഹോസ്പിറ്റൽ ബാക്ക് പാക്കിൽ എല്ലാവരും കണ്ടിട്ടുള്ള ബാഗാണ്. അതിനകത്താണ് നമ്മുടെ മെയിൻ സാധനങ്ങളെല്ലാം. ഇത് പിന്നെ നമ്മുടെ എൻ്റെയും അമ്മയുടെയൊക്കെ ഇഷ്യൂവിൻ്റെയൊക്കെ ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിനകത്ത് പാത്രങ്ങളും സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബാഗും കൂടി ഉണ്ട്. കുടിച്ചോ. ഇതെൻ്റെ ലാപ്ടോപ്പും ബാക്കി ചാർജറും കാര്യങ്ങളൊക്കെ. നമുക്ക് എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനായിട്ടാണ് ലാപ്ടോപ്പ്. അപ്പോൾ അത് നമ്മുടെ വണ്ടിയുടെ ഡിക്കിയൊക്കെ ഓൾമോസ്റ്റ് നിറഞ്ഞു കേട്ടോ. അതെ, പിന്നെ നമ്മൾ ഒരു 2 ബക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഇഷ്യൂ ഉണ്ടായപ്പോൾ ആ ടൈമിൽ മേടിച്ചാണ്. അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ മേടിക്കേണ്ടി കേട്ടോ. ഇത് പിന്നെ ഇവിടെ യൂസ് ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങ് എടുത്ത് വെച്ചാണ്. ഡിക്കിനെ നമ്മൾ ഇത്ര നിറച്ച് ഫുള്ള് നിറഞ്ഞു. ഞാനത് വേറെ ഒരു സ്ഥലമില്ല. ഇനി ബാക്കിയുള്ള ചെറിയ സാധനങ്ങളൊക്കെ സീറ്റൊക്കെ കൊണ്ടിടാം. നടച്ചു ശിവന്നില്ലേ? ശിവന്റെ പോണോ? അവിടെ വിഷുവിന് മരുന്നൊന്നും എടുത്തില്ല. മരുന്നൊന്നും വേണ്ടല്ലോ. അപ്പൊ നമ്മള് ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. സമയം 3 മണി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ പറ്റുള്ളൂ. നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞായിരിക്കും എന്നാണ് കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ പറഞ്ഞ കേട്ടോ. അപ്പൊ ഇന്ന് പോയി ഡോക്ടറെ കൺസൾട്ട് ചെയ്യും. അപ്പൊ ഇന്ന് നമ്മൾ എല്ലാ സാധനങ്ങളും വണ്ടി കയറ്റിയിട്ടാണ് വന്നേക്കുന്നത്. എവിടെ പോവാ? വാവനെ മേച്ചാൻ പോവാണോ ആശുപത്രിയില്? ഇതെന്നെ കഴിച്ചണേ. വിഷുവിന് വാവേനെ മടിയിൽ വെച്ചോ? വിഷു ഉമ്മ കൊടുക്കുവോ? ഇങ്ങോട്ട് വരുമ്പോ വിഷുവിന്റെ മടിയിൽ ഇരുത്തിക്കൊണ്ടോ? വാവേനെ ഇഷ്ടാണോ? ആണോടാ? ആ. ഇറങ്ങോല്ലേ? വേറെ ഒന്നും എടുക്കാനില്ലല്ലോ വണ്ടിന്ന്. അപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ വന്ന് റൂമിലാണ് നിൽക്കുന്നത്. അപ്പൊ നാളെ സിസേറിയനാണ്. വിഷു നാളെ ബേബി വരും. ബേബിനെ കിട്ടും. ഇതാണ് നമ്മൾക്ക് കിട്ടിയ നമ്മള് ഇവിടെ വന്ന് ഡോക്ടറെയൊക്കെ കണ്ടു. ഡോക്ടർ പരിശോധിച്ചിട്ട് ഇന്ന് പറയാന്നായിരുന്നു പറഞ്ഞത്. സിസേറിയനാണോ നോർമൽ നടക്കുമെന്നൊക്കെ പരിശോധിച്ചപ്പോൾ പറഞ്ഞു നമുക്ക് കൊച്ചു തിരിഞ്ഞിട്ടുണ്ട്, പക്ഷെ തലയൊന്നും വരാത്തതുകൊണ്ട് നോർമൽ ചിലപ്പോൾ പോസിബിൾ അല്ല. അതുകൊണ്ട് ആദ്യത്തെ ഓപ്പറേഷൻ ആയതുകൊണ്ട് നമുക്കിപ്പോൾ 39 വീക്സ് കംപ്ലീറ്റ് ആയി. അതുകൊണ്ട് ഓപ്പറേഷൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അഡ്മിറ്റ് ആവാൻ റെഡി ആയിട്ടായിരുന്നല്ലോ വന്നത്. അപ്പോൾ നാളെ കൊണ്ട് രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ഓപ്പറേഷൻ ചെയ്യും. എക്സ്പെക്ട് ചെയ്ത
വെച്ചിരുന്നത് നോർമൽ ഡെലിവറി നടക്കുന്നതായിരുന്നു കേട്ടോ, ആഗ്രഹം അതായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഓപ്പറേഷൻ ആയതുകൊണ്ട് ഒരുപാട് മരുന്നൊന്നും തന്ന വേദന എടുപ്പിക്കാനുള്ള ഓപ്ഷനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഓപ്പറേഷൻ തന്നെ ചെയ്യാൻ എന്നാടാ അപ്പം അങ്ങനെ വന്നപ്പോൾ തന്നെ റൂമൊക്കെ കിട്ടിയിട്ട് അതുകൊണ്ട് സന്തോഷമാണ്. ഓപ്പറേഷൻ ആയതിൻ്റെ ഒരു സങ്കടമുണ്ട്. അപ്പം ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ വരിക കാണാം അല്ലേ. നാളെ രാവിലെ ഓപ്പറേഷൻ 10 മണി 10 മൂന്നാമത്തെ കേസായിട്ടാണ് ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം നാളെ ഉച്ചയാകുമ്പോഴത്തേന് കൊച്ചിനെ കാണാം. കൊച്ചിനെ ഇങ്ങോട്ട് റൂമിലേക്ക് തന്നുവിടാൻ ചാൻസ് ഉണ്ട്. പ്രശ്നമൊന്നുമില്ല. അജയ് ചേട്ടൻ എക്സൈറ്റഡ് ആണോ ബേബിനെ കാണാൻ? രണ്ടാമത് അച്ഛനാവാൻ പോകുന്നതിന്റെ സന്തോഷത്തിലാണ് അജയ് ചേട്ടൻ ഇരിക്കുന്നത്. ഞങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട്, ബേബി ബോയ് ആണോ ഗേളാണോ എന്നൊക്കെ അറിയാനുള്ള. എന്തായാലും നാളെ മോർണിംഗ് എന്തായാലും അറിയാം. അപ്പൊ എന്തായാലും അപ്ഡേഷൻസ് ഒക്കെ അജയ് ചേട്ടൻ വീഡിയോ ഇല്ലേ യൂട്യൂബില് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ആദ്യത്തേതിൽ നിന്ന് ഹോസ്പിറ്റൽ കുറച്ചുകൂടി പുരോഗമിച്ചിട്ടുണ്ട് ഇല്ലേ? ഹോസ്പിറ്റലിലെ പുതിയ ബിൽഡിംഗ് ഒക്കെയാണ്. അതായത് നമ്മൾ വന്നിരിക്കുന്നത് കോലഞ്ചേരിയിലുള്ള MOC ഹോസ്പിറ്റലാണ്. അപ്പം അവിടെ പുതിയ ബിൽഡിംഗ് ഒക്കെ ആക്കി അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഫെസിലിറ്റിയും കാര്യങ്ങളും ട്രീറ്റ്മെന്റും കാര്യങ്ങളും എല്ലാം പണ്ട് പോലെ ഇവിടെ ഉള്ളതാണ് കോലഞ്ചേരി. ഞാൻ എന്തായാലും സിസേറിയൻ കഴിഞ്ഞിട്ട് എൻ്റെ എക്സ്പീരിയൻസ് എന്തായാലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ആദ്യത്തെ ഡെലിവറിക്ക് കാണിച്ച ഡോക്ടറെ സെയിം ഡോക്ടറെ തന്നെയാണ് ഇപ്പോഴും കാണിച്ചിരുന്നത്. ഹോസ്പിറ്റലും ഡോക്ടേഴ്സും എല്ലാം സെയിമാണ്. റൂം മാത്രമേ ഉള്ളത്. നാളെ പറയാൻ പാടില്ല. ചുമ്മാ തരൂട്ടാ കുഞ്ഞിക്കൈ ആര് കുഞ്ഞിക്കൈ കണ്ണൂർന്ന് നോക്കിച്ചേ. ഇഷു 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 നോക്കിയേ. ഇതാരാ ഇത്? ഇതാരാ? ആരുടെയാ? മോന്റെ മോന്റെ വാ ഒരു മുഖത്ത് അപ്പുമാമനെ എടുക്കാൻ പേടിയാണോ? പേടിയാണോ? ആ നീ മറ്റേ ഇഷു ആയിരുന്നപ്പോഴും എടുത്തില്ല. പെട്ടിന്ന് ഒരു ഉടുപ്പെടുത്ത് തരാമോ? എന്റെ അതാരാ? ആരുടെ ബാബയാ? ശിവന്റെ അനിയനാണോ? ശിവന്റെ അനിയനാണോ?
പയ്യെ തൊട്ടുവെങ്കി തൊട്ടെ ഒരു ഉമ്മ കൊടുത്തേ പയ്യെ ഒരു ഉമ്മ കൊടുത്തേ കൊട് ഉമ്മോട് പൊറോട്ട അങ്ങനെ ഇടിയിച്ചാ പോരെ പൊറോട്ട ഇടിച്ചാലും മതി. പൊറോട്ട ഇടിയിച്ചാൽ മതി എടുത്ത് വെക്കല്ലോ പയ്യെ തൊട്ടോ എടുത്ത് ഇവിടെ ആരുടെ ബാബേ ഇങ്ങനെ വാ ലിശൂല ഉമ്മ കൊടുത്തോ ഉമ്മ കൊടുത്തോ കൊടുത്തോടാ. ആ കവിള് ചെവി 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 തട്ടടാ. ഇവിടെ തട്ടെ. ഇതാരാണ് എടുത്തേക്കുന്നത്? ഇതാരാണ് എടുത്തേക്കുന്നത്? മാർക്കോല്ലേ? അത് പേടിക്കുന്ന എന്തിനാ? അല്ല അവിടെ കണ്ടു ഒരു ഉമ്മ കൊടുത്തേ ഉറക്ക ഇഷ്യൂണാടാ വാവനെ ഉറക്കിയത് പാട്ടുപാടി ഉറക്ക് പാട്ടുപാടിക്ക് മുഴുവൻ പാട് ഉറങ്ങി യശുവിന്റെ പാട്ട് കേട്ടിട്ട് ഉറങ്ങിപ്പോയല്ലോ ഉറങ്ങി കാല് എടാ ബാവയുടെ കാലെന്ത് കാല് ബാവന്റെ കൈ എന്ത് കയ്യ് കാലുമ്മ ഒന്ന് നോക്കിക്കേ നോക്കിക്കേ മുഖമൊക്കെ മാന്തി പറിച്ച് വെച്ചിട്ടുണ്ട് ഇത് കൊണ്ടുവന്നപ്പോഴേ നാങ്ങോണ്ട് മാന്തി നമ്മളെ മറ്റേ മിറ്റൻസ് അല്ലേ? മിറ്റൻസ് ആണ് മെയിൻ ആയിട്ട് വേണ്ടല്ലേ? അതായത് കൊച്ച് ഡെലിവറി കഴിയുമ്പോൾ തന്നെ കയ്യില് ഫുള്ള് നഖമായിരിക്കും. ഇപ്പം നമ്മൾ ഇതിനകത്ത് ഈ വലിയ ശരിക്കും തള്ളി നിന്ന് നഖം മാത്രമേ വെട്ടിക്കളഞ്ഞത്. എന്നാലും ഇതുണ്ട് ചെറുതായിട്ട് ഷാർപ്പുണ്ട്, കട്ടിയില്ല, പാട പോലെ ഇരിക്കും. പക്ഷെ മുഖത്തും ഒക്കെ കൊണ്ട് വരയ്ക്കും. ആണെങ്കിൽ ഈ ബേബിൻ്റെ ഇതിൽ കിടന്ന് ഉറക്കോ ഇത് മഞ്ഞപ്പുള്ളുണ്ട് ബ്ലൂ ലൈറ്റ് ഇടാനായിട്ട്. ഇതിനകത്ത് ഒരു ദിവസം 24 മണിക്കൂർ കിടത്തി കഴിഞ്ഞാൽ അത്യാവശ്യം കുറയുന്നതാണ് പറഞ്ഞത്. ഇപ്പം നമ്മളെ കിടത്തിയിട്ടൊരു 12 മണിക്കൂറായി. ചെറുതായിട്ട് ചെറിയൊരു മഞ്ഞപ്പുണ്ടായിരുന്നു, ചെറിയ മഞ്ഞപ്പ്. 4.2 ഉണ്ടായിരുന്നു രാവിലെ. ഇപ്പോൾ
ഇപ്പം ടെസ്റ്റ് ചെയ്ത് വന്നിട്ട് നോക്കി കഴിഞ്ഞപ്പം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, രാവിലത്തെക്കാളും കുറഞ്ഞിട്ടുണ്ട്. അച്ഛനെ കൊണ്ട് ചാച്ച പറയുന്നേ നല്ല ഉറക്കമായിരുന്നു. മൊത്തമാണ് ഇവിടെ ഈ വര പോവില്ല. ഇത് കുറച്ച് ആഴത്തിലുള്ള ഒരു സ്ക്രാച്ച് ആണത്. എത്ര 4 ദിവസമായിട്ടും പോയിട്ടില്ല. അത് നമ്മള് NIC കൊണ്ടുവന്നപ്പോ തന്നെ വരയായിട്ട് വന്നു. വരയും 2 കാവളിലൊക്കെ മാന്തിയുടെ ചുമന്ന പാടായിരുന്നു. ഇങ്ങനൊന്നും ഉണ്ടായിരിക്കണേ, രാത്രി കിടന്ന് പാടം ഉണ്ടാക്കാനാ. രാത്രി കരയോ? രാത്രി കരയോ? കരയോ? എന്താ എല്ലാവർക്കും ടാറ്റ കൊടുത്താലേ. ടാറ്റാ ടാറ്റാ. ഉരുപ്പിടിപ്പിക്കാത്ത അതിൻ്റെ അകത്തുനിന്ന് എടുത്തോണ്ടാ. ഇപ്പൊ നമ്മൾ ഇതിനകത്തുനിന്ന് പാല് കൊടുക്കാനായിട്ട് എടുത്തതാണ്. ഇത് കിടത്തുമ്പോൾ ഉടുപ്പ് മാറ്റിയിട്ടാണ് ഇടുന്നത്. എന്നാലാണ് മേത്ത് ഫുള്ള ബ്ലൂ ലൈറ്റ് അടിക്കും. കണ്ണിൽ ഒരുപാട് അടിക്കാതിരിക്കാനാണ് അതിൻ്റെ അവിടെ ഇങ്ങനെ ഒരു കവർ വെച്ചു. കവറെല്ലാം ഒരു ക്ലോത്ത് വെച്ചിട്ട് മറച്ചിട്ടുണ്ട്. ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മാർച്ച് 9-ാം തീയതി ആയിരുന്നു ബേബി ഉണ്ടായത്. നല്ല ഉറക്കത്തിലാണ്. ഇന്നിപ്പോൾ നമ്മൾ ഡിസ്ചാർജിൻ്റെ അന്നാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. എക്സ്പെക്ട് ചെയ്ത് വന്നത് നോർമൽ ഡെലിവറി ആയിരുന്നു, പക്ഷേ നോർമൽ ഡെലിവറി നടന്നില്ല, സിസേറിയൻ ആയിരുന്നു. എന്നാലും കുഴപ്പമില്ല, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഞാനും ബേബി ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. എനിക്ക് വേറെ പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നോർമൽ ഡെലിവറി ആവാതിരുന്നതിൻ്റെ കാരണം കൊച്ചിൻ്റെ തല ശരിക്കും ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഒത്തിരി വെയിറ്റ് ചെയ്യിച്ച് ആയത് സിസേറിയൻ ആയതുകൊണ്ട് പിന്നെ നമ്മളൊരു നോർമൽ ഡെലിവറിക്ക് ഒരു പെയിൻ സഹിക്കണ്ട, അങ്ങനെ വെയിറ്റ് ചെയ്ത് രണ്ടിൻ്റെ ഒരു പെയിൻ സഹിക്കണ്ട എന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മൾ സിസേറിയൻ ചെയ്തു. സിസേറിയൻ ആണെങ്കിലും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ആദ്യത്തെ സിസേറിയനെ അപേക്ഷിച്ച് കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു ഈ പ്രാവശ്യം. എന്നിരുന്നാലും ഇപ്പോൾ എല്ലാം ഓക്കെ ആയി വരുന്നുണ്ട്. ബേബി ആണെങ്കിലും ഹെൽത്തി ആയിട്ടാണ്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ചെറിയൊരു മഞ്ഞപ്പ് ഒരു ദിവസം കാണിച്ചിരുന്നു. അപ്പോൾ നമ്മളൊരു 24 hour ലൈറ്റിലിട്ടു. അപ്പോൾ അത് ഓക്കെ ആയി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഹെൽത്തി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വീട്ടിലോട്ട് പോവുകയാണ് ഡിസ്ചാർജ് ആയിട്ട്. ഒത്തിരി പേര് പറഞ്ഞായിരുന്നു ഏത് ബേബിയാന്നൊക്കെ ഒന്ന് പറയണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ബേബി ബോയ് ആണ്, അത് പറഞ്ഞായിരുന്നു നമ്മൾ. ബേബി ബോയ് ആണ്. അങ്ങനെ പിന്നെ എൻ്റെ ഹോസ്പിറ്റൽ എക്സ്പീരിയൻസും ഇവിടുത്തെ എത്ര രൂപ എമൗണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ കുറേ പേർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങളൊരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ പിന്നെ ചെയ്യാം. അപ്പോൾ ഇന്ന് ബേബി ഉണ്ടായിട്ട് 5 ദിവസമായിട്ടോ. അപ്പോൾ 5-ാം ദിവസമാണ് നമ്മൾ ഡിസ്ചാർജ് ആവുന്നത്. സിസേറിയൻ ആയതുകൊണ്ടാണ് 5 days നമ്മൾ കിടക്കേണ്ടി വന്നത്. വിശന്നിട്ട് ഓ ഓ ഓ ഓ. അപ്പൊ ഇന്ന് നമ്മുടെ ഡിസ്ചാർജ് ആണ്. അപ്പൊ നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്ന പോലെ തന്നെ നമ്മുടെ ബാഗിനകത്തേക്ക് കുറെ സാധനങ്ങളൊക്കെ തിരിച്ചു കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിലെ ബാക്കി എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ വേറൊരു വീഡിയോയിൽ ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മുടെ വീട്ടിൽ നിന്ന് ഡെലിവറിക്ക് വേണ്ടി വന്ന കാഴ്ചകളും ഡെലിവറി കഴിഞ്ഞുള്ള ബേബീനെയും ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞങ്ങൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ വീഡിയോ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇനി നേരെ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നേരെ പോവാണ്. ഇനി നേരെ ഇവിടുന്ന് വീട്ടിലേക്ക്. കഴിഞ്ഞ ആഴ്ച നമ്മൾ വീട്ടിൽ നിന്ന് സാധനങ്ങളെല്ലാം എടുത്ത് ഇങ്ങോട്ട്, ഇപ്പോൾ ഇവിടെ നിന്ന് സാധനങ്ങളെല്ലാം എടുത്ത് ഇനി വീട്ടിലേക്ക് പോവാണ് വിത്ത് ബേബി. ഓക്കെ, അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് പാക്കറ്റ് ചെയ്യുവാണ്. സാധനങ്ങളെല്ലാം ട്രോളിയിൽ കയറ്റിയിട്ടോ.